സ്നേഹപൂർവ്വം ക്ഷണിക്കും. എൻ്റെ സ്വന്തം അധ്യാപകരായിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സുകളുണ്ട്. എൻ്റെ സന്തോഷമുണ്ട് എൻ്റെ ഇവിടെ മധ്യേ ആയിരിക്കാനായിട്ട്. പിന്നെ ടീച്ചർ സൂചിപ്പിച്ച പോലെ നിങ്ങളെൻ്റെ സ്വന്തം അനുജന്മാരാണ്, അനുജത്തിമാരാണ്. കാരണം ഈ സ്കൂളിലാണ് ഞാൻ 8 മുതൽ 10 വരെ പഠിച്ചത്. പിന്നെ ഞാൻ വേറെ സ്കൂളുകളിലൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ അച്ഛനാവും പോയി പിന്നെ സെമിനാരിയിൽ കഴിഞ്ഞ് ബാക്കി 15 വർഷം പഠിച്ചെന്നുള്ളതാണ്. അത് കാരണം അമ്പലപ്പാടും നിർമ്മതി സ്കൂളാണ് എൻ്റെ സ്വന്തം സ്കൂളായിട്ടുള്ളൂ ഈ നാട്ടിൽ. പിന്നെ സെൻറ് കോളേജിൽ ഞാൻ പഠിച്ചു. പക്ഷെ അതൊരു അച്ഛനായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രോസസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാതൃഭവനത്തിലേക്ക് തിരിച്ചു വന്നതിൻ്റെ സന്തോഷമുണ്ട്. എന്നെ പോലെ തന്നെ നിങ്ങളും പരീക്ഷയ്ക്ക് എഴുതി ഉന്നത വിജയം എന്നേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം എനിക്ക് 4 A+, 2 Aയും പിന്നെ B+, B ഉണ്ടായിരുന്നുള്ളൂ. അത് ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി നന്നായി പഠിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. ദൈവം അനുഗ്രഹിച്ച് ബുദ്ധിയൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അധ്വാനമാണ്. പിന്നെ അതാണല്ലോ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ, നാം പാതി ദൈവം പാതി. അപ്പോൾ ദൈവത്തിൻ്റെ പാതി ആൾ തന്നു, പക്ഷെ എൻ്റെ പാതി ഞാൻ മുഴുവനായിട്ട് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 9:45 നിങ്ങളുടെ പരീക്ഷയാണ്. നമ്മൾ നന്നായി പഠിക്കണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു മാസം നമ്മൾ അധ്വാനിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യും. 10ാം ക്ലാസ്സിലെ പരീക്ഷ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവമായിട്ട് എടുക്കണേ എന്നുള്ള കാരണം +1 +2 നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള എൻട്രി കിട്ടാനായിട്ടുള്ളൊരു പാസ്, എന്താ പറയുക, ഒരു ടിക്കറ്റാണ് നമ്മുടെ SSLCയുടെ സർട്ടിഫിക്കറ്റ്. അത് കഴിഞ്ഞാൽ +1 നിങ്ങൾ ഉറപ്പിക്കുകയോ കുഴപ്പമില്ല. പക്ഷെ +2 വീണ്ടും ഇതേപോലെ ഒരു എൻട്രി പാസ് ആണെന്നുള്ളതാണ്. നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്കുള്ള ഒരു എൻട്രി പാസ്. ഈ 2 കാലഘട്ടത്തിൽ ഈ സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങൾ അടുത്ത ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വലിയ ഉപകാരം ഉണ്ടാവില്ല. പക്ഷേ അതിലുള്ള പേരൊക്കെ നമുക്ക് ആവശ്യമുണ്ടാവില്ല. ഈ പാസ്പോർട്ടൊക്കെ എടുക്കണമെങ്കിൽ ബേസായിട്ട് വരും. പക്ഷെ പഠനത്തിൻ്റെ ലെവൽ മാറുന്നുള്ളതാണ്. പിന്നെ ഡിഗ്രിക്ക് പഠിക്കണമെങ്കിൽ +2ലെ മാർക്കായിരിക്കും നിങ്ങൾക്ക് ആധികാരികമായിട്ട് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാസക്കാലം നിങ്ങൾ നന്നായി അധ്വാനിക്കണം. ഒരു ഉപദേശമായിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ട. ഇങ്ങനെ നിങ്ങളുടെ മുന്നേ സഞ്ചരിച്ചു പോയവർക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം അനുഭവത്തിൽ നിന്ന് പഠിക്കാനാണ് പലപ്പോഴും പറയുക. അനുഭവമാണ് ആദ്യത്തെ ഗുരു. ഈ അനുഭവം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാവില്ല, പക്ഷേ നമ്മളെക്കാളും മുതിർന്നവർക്കുണ്ടായിരിക്കും. ഞാനിവിടെ പഠിച്ചിറങ്ങിയത് 2010-11 ഇപ്പം എത്ര വർഷമായിട്ടുണ്ടോ? 2025 അല്ല 2025 24-25 ബാച്ചാണ്. ഒരു 10-14 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പരീക്ഷ റിസൾട്ട് കിട്ടുമ്പോഴാണ് വിഷമം തോന്നുക. അങ്ങനെ വിഷമം തോന്നിയവർക്കൊന്നും കൈകൊണ്ടില്ല. കുറച്ചുകൂടി പഠിക്കായിരുന്നു അങ്ങനെ തോന്നിയവർ ആരെങ്കിലും ഉണ്ടായി ഈ കൂട്ടത്തിൽ നിൽക്കുന്നവർ, അവർക്കൊന്ന് കയ്യൊന്ന് റേസ് ചെയ്യാം. അങ്ങനെ ആർക്ക് തോന്നിയിട്ടില്ല, എല്ലാം സാറ്റിസ്ഫൈഡ് ആയില്ല. ഫുൾ A+ എത്ര പേർക്കുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും കൈകൊണ്ടിരിക്കാൻ സാധിക്കില്ല. ഫുൾ A+ കിട്ടിയവർക്ക് വരെ വിഷമം തോന്നുന്ന കാലഘട്ടമാണ്. അതെ, അതിൽ എനിക്ക് എത്ര മാർക്കുണ്ടെന്ന് അറിയുന്ന ഒരു കോമ്പറ്റീറ്റീവ് ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷമം നിങ്ങൾക്ക് തോന്നരുത്. എനിക്ക് കിട്ടിയ മാർക്കിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നു. പലപ്പോഴും എനിക്കത് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മോഡലൊക്കെ കഴിഞ്ഞ് മാർക്ക് കിട്ടുമ്പോൾ എന്നാലും കെമിസ്ട്രിയിൽ 35 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ A+ കിട്ടിയാണ്. 40 മാർക്ക് അല്ലേ? 35 മാർക്കാണ് A+ൻ്റെ അവിടെ നമുക്ക് തുടങ്ങുന്നത്. 35, 36, 40 വരെ പോകും. അപ്പോൾ 34 കിട്ടുമ്പോൾ ഒന്നും കൂടി കൂട്ടിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പലപ്പോഴും അന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ തോന്നാറില്ല. പക്ഷെ അതിനൊന്നും ഒരു സന്തോഷം കിട്ടാറില്ല. ഒരു മാർക്ക് കിട്ടില്ല, അപ്പം നോക്കി എഴുതില്ല എന്നൊക്കെ ചിന്തിക്കാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം നിങ്ങൾ അനുഭവിക്കണം എന്നുള്ളതാണ്. കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. റിസൾട്ട് കിട്ടുമ്പോൾ ഞാൻ അധ്വാനിച്ചു, അതിൻ്റെ മാർക്കാണ് എനിക്ക്, അതിൽ അഭിമാനിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഒരു മാസക്കാലഘട്ടം നിങ്ങൾ സമയം പഠനത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക. ഫോണുണ്ട്, കൂട്ടുകാരുണ്ട്, കളികളുണ്ട്. പക്ഷെ ഇതെല്ലാം നമുക്ക് ആ റിസൾട്ട് കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നതാണ്. അധ്വാനിക്കുന്നവർക്ക് അതിൻ്റെ ഫലം കൊള്ളുമ്പോൾ സന്തോഷം ഉണ്ടാവും. അപ്പം നിങ്ങൾ ആ സന്തോഷത്തിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ ടീച്ചർമാർക്കൊക്കെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, എനിക്കും സന്തോഷമുണ്ട്. ഇതേപോലെ നിങ്ങൾ ബാക്കി മറ്റേതെങ്കിലുമൊക്കെ തലത്തിൽ ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങളുടെ കുഞ്ഞനുജന്മാർ, അനുജത്തിമാർ അന്നുണ്ടാകുമ്പോൾ ഇതേപോലെയൊക്കെ സംസാരിക്കുമ്പോൾ അതിലൊരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നത് സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ലേ? വിഷമിക്കാനായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? ആരും ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. സന്തോഷമാണ് നമ്മളെപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത്. 3 നേരം ഭക്ഷണം കഴിക്കുന്നതും TV കാണുന്നതും ഐസ്ക്രീം കഴിക്കുന്നതും ഒക്കെ ഈ സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം പഠിക്കുന്നതും ഈ സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിലേക്കുള്ള ആദ്യത്തെ എൻട്രി പാസ്സാണ്
നിങ്ങൾക്ക് ഒരു 10 വിഷയത്തിൻ്റെ പ്ലസുകൾ ഇട്ടിട്ടുള്ള ഒരു ഷീറ്റ്, പേപ്പറിന് വിലയില്ലെങ്കിലും അതിനുള്ളിലുള്ള കാര്യങ്ങൾക്കൊക്കെ വിലയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പ്ലസും എ ആയിരിക്കട്ടെ എന്നുള്ളതാണ്. എനിക്ക് കുറേ പ്ലസ് ഉണ്ട്, പക്ഷെ പി ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, എ പ്ലസുകൾ ലക്ഷ്യം വയ്ക്കുക, പിന്നെ ബാക്കിയുള്ളത് ബി പ്ലസിന് താഴെ വാങ്ങരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളാരും അല്ലേ, നിങ്ങളും അതന്നെ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്നായി പരീക്ഷ എഴുതി നല്ലൊരു വിജയം. നമ്മൾ കുറച്ച് അധ്വാനിക്കുക, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. ഒരു ചെറിയ വിഷമം പോലും നിങ്ങളുടെ മനസ്സിൽ തോന്നരുത്. കാരണം ഞാൻ അധ്വാനിച്ചു, അതിൻ്റെ ഫലം എനിക്ക് കിട്ടി. ഈ ഒരു മനോഭാവത്തോടു കൂടി ആയിരിക്കട്ടെ റിസൾട്ട് വരുന്ന അന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് സ്നേഹത്തോടെ നേരുകയാണ്. ഇതൊരു പ്രചോദനമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങളുടെ ഭാവി ജീവിതം ശോഭനമാകട്ടെ. അതിലേക്കുള്ള തുടക്ക വഴികളാണ് നിങ്ങളിപ്പോൾ കയറിയിരിക്കുന്നത് 10ാം ക്ലാസ്സിൽ. അത് കുറച്ചൊരു മൈൽസ്റ്റോൺ ആണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു വിജയം ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം, നിങ്ങളുടെ പരീക്ഷയൊക്കെ മനോഹരമാകട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ കണ്ണുകളൊക്കെ ഒന്ന് കൂപ്പാം. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ നിങ്ങൾക്ക് മനസ്സിൽ കാണാം. ആ ഇഷ്ടപ്പെട്ട ഒരു രൂപം ഉണ്ടാവുമല്ലോ നിങ്ങളുടെ മനസ്സിൽ, അത് ആ രൂപത്തിന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ജഗദീശ്വരൻ സർവേശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് പതുക്കെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. സർവേശ്വരനായ ദൈവമേ, പരീക്ഷയ്ക്കൊരുങ്ങുന്ന ഇവരെയും പരീക്ഷാ മണിക്കൂറിനെയും ഹാളിനെയും വിഷയത്തെയും പഠനോപകരണങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരെക്കുറിച്ചുള്ള ജഗദീശ്വരൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണവും ജീവിത ലക്ഷ്യവും നേടുന്നതിനുള്ള ഇവരുടെ ഒരുക്കത്തെയും തയ്യാറെടുപ്പുകളെയും പരിഗണിച്ച് പരീക്ഷകളിൽ വിജയം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. ജഗദീശ്വരനായ സർവേശ്വര, ഇവരുടെ ബുദ്ധിയെയും ഓർമ്മശക്തിയെയും ആലോചന ശക്തിയെയും ബലപ്പെടുത്തണമേ. ഏകാഗ്രതയോടും ശാന്തതയോടും കൂടെ ചോദ്യങ്ങൾ ശരിയായി വായിച്ച് മനസ്സിലാക്കുവാനും കൃത്യമായ ഉത്തരങ്ങൾ വ്യക്തമായി എഴുതുവാനും ഇവരെ സഹായിക്കണമേ. പരീക്ഷ ഹാളിൽ ഭയവും പരിഭ്രമവും ഉത്കണ്ഠയും തിടുക്കവും സംശയവും ഒക്കെ നീക്കി നന്നായി പരീക്ഷ എഴുതുവാൻ ഇവരെ സഹായിക്കണം. പരീക്ഷകളിൽ വിജയവും ജീവിതത്തിൽ നല്ല ഭാവിയും നൽകി ഇവരെ അനുഗ്രഹിക്കണം. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അച്ഛൻ്റെ വാക്കുകൾക്കും പ്രാർത്ഥനകൾക്കും ഒരുപാട് നന്ദി. ഇനി 2 വാക്ക് നമ്മോട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജയശനച്ചൻ ഞങ്ങളോട് സംസാരിച്ചു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ SSLC പരീക്ഷയുടെ മോഡൽ എക്സാം, അതായത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. ഇതുവരെ ഞങ്ങൾ കുടുംബ കുസൃതിയൊക്കെ കാട്ടി അത് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു. ഇനി നിർണായകമായ ദിവസങ്ങളാണ്. ഇനി അതിൻ്റേതായ ഗൗരവത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഈശ്വരാനുഗ്രഹം നല്ല പോലെ ഉണ്ടാകണം. ഒപ്പം തന്നെ കഠിന പ്രയത്നവും കൂടി വേണം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ 3 വർഷക്കാലമായി ഈ സ്കൂളിൽ വന്നു. ഇനി പരീക്ഷാ ദിവസങ്ങൾ മാത്രം, അതിനുശേഷം നമ്മളൊരു പൂർവ്വ വിദ്യാർത്ഥിയായി മാറുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത്ര കാലം നമ്മൾ 10 വർഷവും അതിനൊപ്പം LKG UKG ഈ കാലഘട്ടങ്ങളൊക്കെ നമ്മുടെ പാരൻസ് നമുക്ക് വേണ്ടി അധ്വാനിച്ചു, നമുക്ക് വേണ്ടി ഒത്തിരിയേറെ പണം ചെലവാക്കി, ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. എല്ലാത്തിനും പ്രതിഫലമായി നമ്മൾ അവർക്ക് നൽകാൻ പോകുന്ന ഒരു സമ്മാനമാണ് ഈ SSLC റിസൾട്ട്. അപ്പോൾ അതിന് അതിൻ്റേതായ ഗൗരവമുണ്ട്, പ്രാധാന്യമുണ്ട്. അപ്പോൾ കുട്ടികൾ ഒരു പ്രാവശ്യം കൂടി നമ്മുടെ ചിന്തകൾ, നമ്മൾ സ്കൂളിലേക്ക് വന്ന കാലം മുതലുള്ള ചിന്തകൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒരു മിനിറ്റ് കൂടി നിങ്ങൾ കണ്ണുകൾ അടച്ച് സൈലൻ്റായി നിൽക്കുക. ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് നമ്മൾ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരിയേറെ പ്രതീക്ഷകളും ആകാംക്ഷയും നിറഞ്ഞ മനസ്സോടെ ഈ മുറ്റത്തേക്ക് നിങ്ങൾ വന്ന ദിവസം നിങ്ങൾക്കൊന്ന് ശാന്തമായ മനസ്സോടെ ഓർത്തെടുക്കാം. അന്ന് നാം പരിചയപ്പെട്ട പുതിയ സാഹചര്യങ്ങൾ, പുതിയ ചുറ്റുപാടുകൾ, പുതിയ അധ്യാപകർ, പുതിയ കൂട്ടുകാർ എല്ലാം ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. നിർമ്മലയിൽ പഠിക്കാൻ നിങ്ങൾക്ക് സാഹചര്യം ഒരുക്കിയ നമ്മളുടെ മാതാപിതാക്കൾ അവരക്ഷീണം പ്രയത്നിച്ചതിൻ്റെ ഫലമാണ് 10ാം ക്ലാസ്സിൽ ഇന്നും നമ്മൾ ഒരു മുടക്കവും കൂടാതെ ഈ സ്കൂളിൽ ഇന്നും പഠിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒത്തിരിയേറെ സ്നേഹത്തോടെ നന്ദിയോടെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം.
നമ്മെ പഠിപ്പിച്ച നിർമ്മലയിലെ ഓരോ അധ്യാപകരും, നമുക്ക് വേണ്ടി പ്രയത്നിച്ച അനധ്യാപകരും, ഇവരെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ 3 വർഷക്കാലത്തെ വിദ്യാഭ്യാസം നമ്മുടെ വ്യക്തിത്വത്തെ ഒരുപാട് വളർത്താൻ സഹായിച്ചിട്ടുണ്ട്. അതിനെല്ലാം നമുക്ക് സർവേശ്വരനോട് നന്ദി പറയാം. SSLC പരീക്ഷയോടടുത്ത് നിൽക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കാനായി നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ നിറസാന്നിധ്യം എത്രമാത്രം അനുഗ്രഹപ്രദമാണെന്ന് നമുക്ക് നന്ദിയോടെ ഓർക്കാം. നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അധ്യാപകരോട് മാപ്പ് ചോദിക്കാം. മനസ്സുകൊണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യാം. പഠനത്തിൽ ഇത്രയും നാൾ നമ്മൾ കാണിച്ച മടി, അലസത ഈ നിമിഷം ഇവിടെ നമുക്ക് ഉപേക്ഷിക്കാം. ഇനിയുള്ള ദിവസങ്ങൾ പഠനത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും ആയിരിക്കട്ടെ. പരീക്ഷാ സമയങ്ങളിൽ ശരി ഉത്തരങ്ങൾ നമ്മുടെ കടലാസുകളിൽ നിറയാനും പേനത്തുമ്പിൽ ഈശ്വരന്റെ കൃപാകടാക്ഷം വന്നു നിറയാനും ഉയർന്ന വിജയം കരസ്ഥമാക്കാനും ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ തുറക്കുക. കുട്ടികളെ, നമ്മുടെ ഇന്നത്തെ ചടങ്ങുകളിലെ അവസാനത്തെ നിലയ്ക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളുണ്ട്. എങ്കിലും നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളെ പ്രത്യേകമായി ഒന്ന് അനുഗ്രഹിക്കാൻ പോകുന്ന ഒരു നിമിഷത്തിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം നിർമ്മലയുടെ ഒരു ചെറിയ നിങ്ങൾക്കുള്ള ഒരു സ്നേഹ ഉപകാരമോ എന്താണെന്ന് പറയാമെന്നറിയില്ല. എങ്കിലും നിങ്ങളതിൻ്റെ വിലയോ ഒന്നും കാണില്ല. എങ്കിലും ഇവിടെ നിൽക്കുന്ന ഈ ബഹുമാനപ്പെട്ട അച്ഛനെയും നമ്മുടെ ഹെഡ് മിസ്ട്രസ്, ബാക്കിയുള്ള അധ്യാപകർ, നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹ സ്നേഹ സമ്മാനമായി അതിനെ കരുതിയാൽ മതി. നിങ്ങൾക്ക് പരീക്ഷകളിൽ ഉപയോഗിക്കാം. അതിൻ്റെ വിലയോ മറ്റുമല്ല നമ്മൾ കരുതേണ്ടത്. തരുന്ന ആളുകളെയും നിങ്ങൾക്ക് അത് കൈവശം വയ്ക്കുമ്പോഴുള്ള ഒരു അനുഭവമാണ് നമുക്ക്. അപ്പോൾ ആ ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. പരീക്ഷ സമയമായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ക്ലാസ് ടീച്ചേഴ്സും നിങ്ങളുടെ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുക. അതോടൊപ്പം അവരെ സഹായിക്കാനായിട്ട് നിയോഗിച്ചിട്ടുള്ള മറ്റധ്യാപകരും ചെല്ലുക.